ഇനി ഇതുപോലെ പെറ്റൽസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് യാൺ എടുത്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് മാറ്റിൻ്റെ പുറകിൽ വെക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അതിനൊരു ലൂപ്പ് എടുത്ത് സ്റ്റിച്ച് ലോക്ക് ചെയ്യുക. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനി ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഹുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് വീണ്ടും അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ലാസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് അറിയാത്തവർ ചാനലിലുണ്ട്, ബേസിക് സ്റ്റിച്ചസിൻ്റെ ക്ലാസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പറയുമ്പോൾ എളുപ്പമാവും. ഇപ്പോൾ 2 ക്രോഷ്യ സ്റ്റിച്ച് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ 5 എണ്ണമായി. ഇനി 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഹുക്ക് കൊണ്ടുപോയി യാണിനെ അതിലൂടെ എടുത്ത് ആ ലൂപ്പിനെ ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇപ്പോൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് ഗ്യാപ്പ് ഇടുമ്പോൾ ഒരേപോലെ ഇടണം. ഒരു 3 സ്റ്റിച്ച് വിട്ട് 4-മത്തതിലാണ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ എടുത്ത് യാൺ ഓവർ ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പോലെ ചെയ്യാം. ഇനി വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ച് തന്നെ ഇനി പഴയ പോലെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരു 5 എണ്ണം ചെയ്യാം, 4 എണ്ണം ചെയ്യാം. ഇതേപോലെ തന്നെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി റൗണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, ഇതിനി എന്തെങ്കിലും തെറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ ആ യാൺ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ അത് സ്റ്റിച്ചെല്ലാം അഴിഞ്ഞു വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയ്ത് പകുതിയാക്കി വെച്ച് പോകുമ്പോൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തീരുമാനമാക്കിക്കോളൂ കേട്ടോ. എന്താ പണി? നല്ല രസമുണ്ടോ അങ്ങനെ വലിക്കാനേ? ഇപ്പോൾ ലാസ്റ്റത്തെ പെറ്റലും കൂടെ ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഇനി യാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിന് ലോക്ക് ചെയ്ത് ബാക്കി വന്ന യാണിനെ ബാക്ക് വശത്തെ യാണിൻ്റെ ഉള്ളിലൂടെ വലിച്ച് ഹൈഡ് ചെയ്യാം.